ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻസിനെ പറ്റി നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ രണ്ട് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫ്രാക്ഷൻസ് പറയുമ്പോൾ തന്നെ മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ന്യൂമറേറ്ററും ഉണ്ടാവും ഡിനോമിനേറ്ററും ഉണ്ടാവും. അങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ആണെങ്കിൽ ആ രണ്ട് ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നുമില്ല, 4/3 എന്ന് പറയുന്ന ആള്, ഇത് നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്ന ആളാണ്, ഇത് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന ആളാണ്. എപ്പോഴും ഡിവൈഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ജനറലി ഇപ്പോൾ 4/2 എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. നമുക്ക് ഡിവിഡൻഡും ഡിവൈസറും ഒക്കെ ഉണ്ട് അല്ലേ. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഫോമില കിടക്കുന്നത് കൊണ്ട് നമുക്ക് നോർമൽ ഡിവിഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഡിനോമിനേറ്റർ ശ്രദ്ധിച്ചോളണം. എന്താണ്, എപ്പോഴും നമ്മുടെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററിന്റെ എന്തെടുക്കണം, റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എന്താന്ന് മാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇതിനെ നേരെ തിരിച്ചെടുക്കണം അല്ലെ. 9/2 തിരിച്ചെടുത്താൽ എന്ത് കിട്ടും, 2/9 അല്ലെ. അതെന്തുകൊണ്ടാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. അത് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടണം, 1 കിട്ടണം. അതാണ് നമ്മൾ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കുക. അപ്പൊ നമ്മൾ നോക്കിക്കേ, 4/3 ന്യൂമറേറ്റർ നമ്മൾ അങ്ങനെ തന്നെ എടുത്തു. ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 9/2 തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും, 2/9 കണ്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ട് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി മാം ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. നോക്കിക്കോ, 25/4 ഡിവൈഡഡ് ബൈ 5/2 കണ്ടോ. സെയിം സംഭവം തന്നെ. ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, ഡിനോമിനേറ്ററിനെ താഴെ എഴുതി, ഡിനോമിനേറ്ററിനെ റെസിപ്രോക്കൽ നേരെ തിരിച്ചെടുത്തു അല്ലേ. 25/4 അങ്ങനെ തന്നെ എടുത്തു. താഴെയുള്ളത് ഡിനോമിനേറ്റർ ആണ് അല്ലെ, ഡിവിഷൻ ആണ്. അത് മുകളിലോട്ട് വന്നപ്പോൾ എന്തായിട്ട് മാറി, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. കണ്ടോ, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. നോക്കിക്കേ, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 25, 2ന്റെ മൾട്ടിപ്പിൾ ആണ് 4. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു, കണ്ടോ, 5/2. മക്കൾക്ക് ഇത് അറിയാമല്ലോ അല്ലേ. താഴത്തുള്ളത് മുകളിലോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും അല്ലേ. ഡിവിഷൻ മാറുന്നത് എന്തായിട്ടാണ്, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ മാറുന്നത് ഡിവിഷൻ ആയിട്ടാണ് അല്ലേ. പോസിറ്റീവ് ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ നെഗറ്റീവ് ആകും, നെഗറ്റീവ് ഈക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ പോസിറ്റീവ് ആവും. ആ റൂളാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴേന്ന് മുകളിലോട്ട് വന്നപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനായി. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.